ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടൈറ്റിൽ 10 പാറ്റേൺസ് ഓഫ് സെൽഫ് ഡിഫീറ്റ് എമംഗ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നാണ്. ആദ്യ ഭാഗത്തിൽ ഈ 10 പോയിന്റ്സ് ആണ് നമ്മൾ അവലോകനം ചെയ്തത്. ഇന്ന് നമ്മൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ എന്താന്ന് നോക്കാം. യൂറോ അമേരിക്കൻ എത്നിസിറ്റി മാനിയ, അതായത് അല്ലെങ്കിൽ യൂറോ സെൻട്രിസം അല്ലെങ്കിൽ യൂറോ അമേരിക്കൻ സെൻട്രിസിസം എന്നൊക്കെ വിളിക്കാം. ഡ്യൂ ടു മോഡേൺ മെക്കോള സ്റ്റൈൽ എഡ്യൂക്കേഷൻ, ഇന്ത്യൻസ് ആർ നാച്ചുറലി ഡിസ്പോസസ്ഡ് ടു ബി സബ്സർവിയൻ ടു ദെയർ വൈറ്റ് മാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കൂടി ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. പക്ഷേ 1850-കളിലാന്ന് തോന്നുന്നു ലോർഡ് മെക്കോളെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻസിനെ ഒരു എന്താ പറയാ ഡീകൾച്ചറലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഒരു 150 കൊല്ലം മുമ്പ് 170 കൊല്ലം മുമ്പ് ഡിസൈൻ ചെയ്യേണ്ടായി. അതിനനുസരിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോപ്പുലർ ആക്കുക മാത്രമല്ല, ഇന്ത്യൻസിന് അവരുടെ കൾച്ചറൽ പാസ്റ്റിനോട് ഒരു വെറുപ്പ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഗെയിം പ്ലാനും കൂടി ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ സ്ട്രാറ്റജി പ്രകാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തില് അതിന്റെ ഇൻഫ്ലുവൻസ് ഇന്നും, അതായത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലും അത് പോയിട്ടില്ല. അതിൽ ഒരു പരിധി വരെ ജവഹർലാൽ നെഹ്റു റീസൺ ആണ്. അദ്ദേഹം ഹാരോ സ്കൂളിലും ബ്രിട്ടീഷ് പബ്ലിക് സ്കൂളിലൊക്കെ പഠിച്ചതുകൊണ്ട് അദ്ദേഹം ജോൺ കെന്നത്ത് ഗാൽബ്രേത്ത്, ബ്രിട്ടീഷ് അമേരിക്കൻ അംബാസഡർ ടു ഇന്ത്യ, അദ്ദേഹത്തോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഐ ആം ദ ലാസ്റ്റ് വൈറ്റ് മാൻ ടു ഹാവ് റൂൾഡ് ഇന്ത്യ എന്നാണ്. അതായത് അപ്പോ നെഹ്റു അത് പിന്തുടരുകയും പിന്നെ എന്താ പറയാ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ പദ്ധതി നവീകരിക്കാൻ വേണ്ടി ഒരു ഇത് നടന്നിട്ടില്ല. അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കുറെ കൾച്ചറലി ഓർഫൻഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ ഉണ്ടാക്കുകയാണ് പൊതുവെ, എന്താ പറയാ. പക്ഷെ ഇവരൊക്കെ നല്ല എഫക്റ്റീവ് ആണ് ആസ് എ പാർട്ട് ഓഫ് എ വർക്ക് ഫോഴ്സ്. പക്ഷെ ഒരു ലീഡർഷിപ്പ് ലെവലിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ല. പിന്നെ ഒരു ക്രൗഡഡ് കൺട്രിയിൽ ഇതിനപ്പുറത്ത് പറ്റില്ല എന്നുള്ളൊരു വേറെ വാദമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മോഡേൺ മെക്കോള സ്റ്റൈൽ എഡ്യൂക്കേഷൻ മൂലം വൈറ്റ്സിനെ സുപ്പീരിയർ ആയിട്ട് കാണാൻ വേണ്ടി നാച്ചുറലി ഡിസ്പോസസ്ഡ് ആണ് ഇന്ത്യൻസ്. അതിന്റെ അലവലി ഇന്ത്യൻ സൈക്കിയിൽ പൊതുവേ ഉണ്ട്, അത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും പ്രതിഫലിക്കുന്നു. സിൻസ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഹാസ് ഗോട്ട് വെസ്റ്റേൺ ഒറിജിൻ ആൻഡ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇംഗ്ലീഷ്, the art and craft of software engineering is not yet to get into the veins of Indian programs. അതൊരു ടൈപ്പാണ്. അതായത് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും US-ലും ആയിട്ടാണ് അതിന്റെ ഒറിജിൻ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടും ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഞാൻ കുറെ ഒബ്സർവ് ചെയ്തിട്ടാണ് എനിക്കത് മനസ്സിലായത്, ആൾക്കാരുടെ ഞരമ്പിലൊന്നും കയറിയിട്ടില്ല. അതായത് ഇതൊരു ഒരു ജോബ് എന്നതിനെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രോഗ്രാമിങ്ങിന്റെ പ്രോഗ്രാമിങ്ങിൽ നിന്ന് കിട്ടുന്ന ട്രെമൻഡസ് ഉൾക്കാഴ്ച അത് മറ്റ് മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അത് ഇംഗ്ലീഷിൽ ഡിസ്കോഴ്സ് നടത്തുന്നത് കൊണ്ടാണ്. അതായത് ഒരു ശരാശരി ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതൊരു മലയാളി ആയിക്കോട്ടെ, ഒരു ഹിന്ദിക്കാരനായിട്ടോ കന്നഡക്കാരനായിക്കോട്ടെ, മൂവ്മെന്റ് ഒരു ക്ലയന്റിന്റെ മുമ്പിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അവന് എന്താ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് വൊക്കാബുലറി ഉപയോഗിക്കാൻ അവന് പറ്റുള്ളൂ. കാരണം അവന് എറർ വരാൻ ചാൻസ് ഉണ്ട്. രൂപകങ്ങൾ, മെറ്റഫോർ, സിമിലീസ് അവന്റെ ലോക്കൽ ലാംഗ്വേജിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ആൾ ഓഫ് എ സഡൻ ഒരു പുലി പൂച്ചയാവുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. ഒരു മെക്കോള സ്റ്റൈൽ എഡ്യൂക്കേഷൻ ഒരു സബ്സർവിയൻസ് നമ്മൾ ഉണ്ടാക്കുന്നു. ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ നന്നായി സംസാരിക്കുന്നവർ പോലും ഒരു ആപേക്ഷിക തലത്തിലാണ്. പലപ്പോഴും ഞാൻ ഹോളിവുഡ് സിനിമകൾ കണ്ട ആൾക്കാരെ ഞാൻ പിൽക്കാലത്ത് ക്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സിനിമകളൊന്നും മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്ന് ബ്യൂട്ടിഫുൾ മൈൻഡ്, എല്ലാവരും കണ്ട ഒരു സിനിമയാണ്. റസൽ ക്രോവ് മറ്റേ ഓസ്കർ കിട്ടിയതാണ്. അപ്പൊ അതിൽ ഗെയിം തിയറിസ്റ്റ് ആയ ജോൺ നാഷിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പൊ അതിലെ ബ്ലോണ്ട് പ്രോബ്ലം അങ്ങനെ കുറെ എന്താ പറയാ there were a lot of anecdotes in it. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഫർദർ റിസർച്ച് ആ മൂവിയുടെ ഇൻഹറന്റ് തീം എന്താണെന്നുള്ളതൊന്നും പല
ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോ ഇന്റർസ്റ്റെല്ലാർ ആണെങ്കിലും അതേമാതിരി തന്നെ ഗ്ലാഡിയേറ്റർ ഒക്കെ ആണെങ്കിലും ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ അറിയാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു അകൽച്ചയുണ്ട്. അത് എത്ര സമ്മതിച്ചാലും അതൊരു വലിയ പ്രശ്നമാണ്. Most Indians do really believe that Western men do have some genetic advantage when it comes to programming. Programming മാത്രമല്ല, സയൻസ്, അനലിറ്റിക്കൽ തിങ്കിങ് വരുമ്പോൾ വെസ്റ്റേൺ മെൻ ജനറ്റിക്കലി സുപ്പീരിയർ ആണെന്നുള്ളത് ഒരു മുൻവിധി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫില് ജീൻസോ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ എങ്ങനെ ജനിച്ചു എന്നുള്ളത് ശരിക്കും അഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അതായത് സോഴ്സ് ഓഫ് ഇന്റലിജൻസ് ഈസ് കൾച്ചർ അല്ലെങ്കിൽ സോഷ്യലാണ്. അതായത് നമ്മൾ ഫേസ് ചെയ്തേക്കുന്ന പ്രോബ്ലംസ്, നമ്മൾ ഡീൽ ചെയ്ത ആൾക്കാർ, അതിൽ നിന്നാണ് നമുക്ക് ഇന്റലിജൻസ് വരുന്നത്. അല്ലാണ്ട് ഒരു ബൈ നേച്ചർ തുടക്കകാലത്തിൽ ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടാവും സെർട്ടൺ ബിൽഡപ്പ് ഉള്ളവർക്ക്. പക്ഷെ ഒരു ലോങ് റണ്ണിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ എക്സ്പോഷറും കൈൻഡ് ഓഫ് സ്റ്റഡി ചെയ്യുകയാണ്. പക്ഷേ സ്റ്റിൽ വി ബിലീവ് ദാറ്റ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷന്റെ കണ്ടീഷനിങ് പ്രീ പ്രോഗ്രാംഡ് ആണ്. അതേമാതിരി തന്നെ ജനറ്റിക് അഡ്വാൻറ്റേജ് എന്നുള്ളത് മുൻവിധിയുണ്ട്. Since most of the political and economic power in the Indian identity with Western corporations, India naturally might think that Westerners are superior. അപ്പോ എന്താ പറയാ, ഈ ഒരു എക്കണോമിക് സ്റ്റേക്ക് ഒക്കെ ഉള്ളത് കാരണം ക്ലയൻസിനെ പ്ലേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ സർവീസസ് ഇൻഡസ്ട്രി സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പൊ ക്ലയന്റ് ഈസ് റൈറ്റ് അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ ഇരിക്കുന്നത് കൊണ്ട് മോസ്റ്റ്ലി ഇപ്പോ എന്താ പറയാ ഒരു ഓൺസൈറ്റിൽ, അതായത് ഇപ്പൊ ഓൺസൈറ്റ് ഓഫ്ഷോർ മോഡലിലാണെങ്കിൽ ഓൺസൈറ്റിൽ നിന്നുള്ളവര് പറയുന്നത് കറക്റ്റ് ആണെന്ന്, അതായത് സായിപ്പ് ആവാം, ഗോസായി ആവാം. ഗോസായി ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ നിന്ന് വെസ്റ്റിലോട്ട് പോയിട്ടുള്ള ആൾക്കാരെയാണ് ഗോസായി എന്ന് ഉദ്ദേശിച്ചത്. Most Indians are not comfortable with Western style analytical and reductionistic thinking model. Indians are intuitionistic and holistic. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ഇന്ത്യനും ശരാശരി മറ്റേ വെസ്റ്റേണറും തിങ്ക് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് മോഡലാണ്. അതായത് വെസ്റ്റിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഓണ്ടോളജി, കാര്യങ്ങളൊക്കെ എന്താ പറയുക റൂൾ ഒബേയിങ് സൊസൈറ്റിയാണ് വെസ്റ്റിന്. നമ്മുടെ ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ റൂൾ വയലേറ്റ് ചെയ്യുന്നവരല്ല, പക്ഷെ റൂൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആർ ആക്ച്വലി ബിറ്റ് ടോപ്സി ടർവി. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിഡക്ഷനിസം എന്ന് പറയും, ലഘൂകരണവാദം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിനെ സ്മോൾ പ്രോബ്ലമായിട്ട് ഡീകമ്പോസ് ചെയ്ത് ഒരു എന്താ പറയാ ഒരു ഗ്രാനുലാർ ലെവലിൽ എത്തിച്ച് അതിനെ ഇൻഡിപെൻഡന്റ്ലി അനലൈസ് ചെയ്തിട്ട് സിന്തസൈസ് ചെയ്യുന്ന മോഡലാണ് റിഡക്ഷനിസ്റ്റിക് തിങ്കിങ്. ഞാൻ എന്റെ വീഡിയോ ചാനലിൽ കോഗ്നിറ്റീവ് ടൂൾസ് ഫ്രം വേദാന്ത ഫിലോസഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനലിറ്റിക്കൽ ആൻഡ് സിസ്റ്റം പ്രോഗ്രാമിംഗിന്റെ ഇതറിയാം. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയും ആ തിങ്കിങ് മോഡൽ ഫെമിലിയർ അല്ലാത്ത കാരണം സോ മോസ്റ്റ് ഇന്ത്യൻസ് ഡസന്റ് അണ്ടർസ്റ്റാൻഡ് ദ ട്രിക്ക് വിച്ച് വെസ്റ്റേണേഴ്സ് യൂസ്ഡ് വൈൽ അനലൈസിങ് തിങ്സ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട്. There is a rat race to comply to the Western model of thinking by assimilating and mimicking Western etiquettes. അപ്പൊ ഇന്ത്യൻസിന്റെ വെസ്റ്റേണൈസേഷൻ ഒരു ഡീപ്പ് ലെവലിലുള്ളതല്ല, അതായത് ഒരു എന്താ പറയാ ഒരു സർഫസ് ലെവലിലുള്ളതാണ് വരുന്നത്. They were trying to assimilate, അതായത് സ്വന്തം ഐഡന്റിറ്റി നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് അസിമിലേറ്റ് ചെയ്യാൻ പോവാണ്. അതിപ്പോ ഈവൻ എന്താ പറയാ നമ്മുടെ ഇന്ത്യ എന്താ പറയാ ഒരു സായിപ്പിന്റെ മുമ്പിൽ ഒരു 45 ഡിഗ്രിയിൽ നിൽക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് വി ഷുഡ് ബി ഏബിൾ ടു വർക്ക് വിത്ത് ദം ഇൻ എ സീംലെസ് മാനർ. പക്ഷേ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാരണത്താൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂറോ അമേരിക്കൻ സുപ്പീരിയോറിറ്റി ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അവരുടെ ഇത് കൊടുക്കുന്നത്. ഇതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ഒരു പ്രത്യേക തലത്തിലൊരു സുപ്പീരിയോറിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കളക്റ്റീവ് ഇന്റലിജൻസ് ഇല്ല എന്ന് പറയുന്നില്ല. സേ ജൂസ് ആർ സ്മാർട്ട്, ശരിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി ജൂസ് സ്മാർട്ടാണ്. പക്ഷേ ജൂ നീഡ് നോട്ട് ബി. അതായത് പ്രശസ്ത ടെക്നോക്രാറ്റായ സാം പിത്രോഡ, പിൽക്കാലത്ത് അദ്ദേഹം ഹുവാത്തോ ഹുവ എന്നുള്ള പേരില് നൊട്ടോറിയസ് ആയി. പക്ഷെ അദ്ദേഹം ഒരു പേര് ഫേമസ് കോട്ടുണ്ട്, 1 Indian is equal to 10 ജാപ്പനീസ്. അതായത് ഒരു ഇന്ത്യക്കാരൻ 10 ജപ്പാൻകാരന് തുല്യമാണ്. ബട്ട് 10 Indian is equal to 1 ജപ്പാനീസ്. 10 ഇന്ത്യക്കാര് കൂടുമ്പോ ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് കോർഡിനേഷൻ നമുക്ക് ഒരു ജപ്പാൻകാരന്റെ
പവറേ ഉള്ളൂ. അതൊരു നർമ്മരൂപത്തിൽ പറഞ്ഞാണെങ്കിലും. അപ്പോ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് പ്രതിപാദിക്കാം. So we, because of the educational programming and since the mode of communication, അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടും സായിപ്പ്മാർ സുപ്പീരിയർ ആണല്ലോ, അവര് നമ്മളെ 100-200 കൊല്ലം ഭരിച്ചതാണല്ലോ. അപ്പോ ആ ഒരു ഇപ്പൊ ന്യൂക്ലിയർ പവർ ഇരിക്കുന്നതും അമേരിക്കൻസിന്റെ കയ്യിലാണ്. അപ്പോ ഇതുകൊണ്ടൊക്കെ നമുക്ക് അവരൊരു സുപ്പീരിയർ ആണെന്നുള്ളൊരു നാച്ചുറലി ഡിസ്പോസസ്ഡ് ആണ്. അപ്പൊ നമ്മള് പിന്നെ വി ആർ നോട്ട് ആക്ച്വലി ട്രൈങ് ടു മെയിൻറ്റെയിൻ അവർ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി വൈൽ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദം. നമ്മൾ അസിമുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ് ആർ കൾച്ചറൽ ഓർഫൻസ്, ബട്ട് ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. ഇനിയിപ്പോ അതിനെ റിയാക്ഷൻ കാണിക്കുന്നവരോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിനെ മനസ്സിലാക്കി. നമുക്കിപ്പോ ഒരു വെസ്റ്റേണൈസേഷൻ, ഇപ്പൊ മോഡേണൈസേഷനും വെസ്റ്റേണൈസേഷനും ഒന്നല്ല, പക്ഷേ ഫോർ സം റീസൺ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇൻ കോർപ്പറേറ്റ് we should be able to understand from where the West comes. West എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ അനലിറ്റിക്കൽ ആൻഡ് റിഡക്ഷനിസ്റ്റിക് തിങ്കിങ് മോഡൽ ഇത് ചെയ്തത്, അവരുടെ കോർപ്പറേഷൻസിന്റെ ഒക്കെ. അതായത് വി നീഡ് ടു കംപ്ലൈ ടു ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ബൈ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ഇറ്റ്. അല്ലാണ്ട് നമ്മൾ അതിന്റെ ഇത് ചെയ്യരുത്. ഇതാണ് ഫസ്റ്റ് ഇത്. നമുക്ക് രണ്ടാമത് നമുക്ക് 2 ആന്റി പാറ്റേൺ വെച്ച് പെർ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു യൂറോ അമേരിക്കൻ എത്നിസിറ്റി മാനിയ, അവരോടൊരു പ്രത്യേക വിധേയത്വമാണ്. അപ്പൊ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ കണ്ടം ഫോർ ഫെല്ലോ കൺട്രി. ഇത് ആദ്യത്തെ ഇതും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് us more subservient to Westerners because of various factors, social, economic, political. Indians do have some deep-rooted biases against each other. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2 രീതി കാണാം. ഒന്ന് 70-75 years ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി which was born in 1947 or a 5,000-year-old civilization. Okay, അപ്പോ but for some reason ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സും മൈൻഡ് സെറ്റും എല്ലാം ഇപ്പോ ഒരു എന്താ പറയാ ആ ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള പാസ്റ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോ റിലീജിയസ് ഡിഫറൻസസ് ബിക്കോസ് ഓഫ് ദി വേ ഇന്ത്യ ഗോട്ട് പാർട്ടീഷൻഡ് ആൾറെഡി ഉണ്ട്. ഇനി അതിനൊപ്പം തന്നെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസം ഇസിക്കൽ ടു മൈനോറിറ്റിസം എന്നുള്ള ഒരു അലഗേഷൻ ഒരു സൈഡിലുണ്ട്. അതിന്റെ പുറത്താണ് BJP മായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബാക്ക് ടു ബാക്ക് അധികാരത്തിലൊക്കെ ഇന്ത്യയിൽ കയറുന്നത്. അതായത് എന്താ പറയാ, ഈ ധാർമ്മിക് ട്രഡീഷൻ, അതായത് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുസം, ബുദ്ധിസം, ജൈനിസം, സിഖിസം, ഈ 4 ട്രഡീഷനിലെ ആൾക്കാര് പൊതുവെ എന്താ പറയാ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് അവര് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ കാസ്റ്റ് ഈക്വേഷൻ ഉണ്ട്. അതായത് സ്വതന്ത്രാന്തര ഇന്ത്യയില് നെഹ്റു വാസ് ആക്ച്വലി അഗെയിൻസ്റ്റ് പീപ്പിൾ പ്രൊഫസിങ് ഹിന്ദു ഐഡന്റിറ്റി. സോ ഹി അലൗഡ് സബാൾട്ടേൺ ഐഡന്റിറ്റി. അതായത് നിങ്ങൾക്ക് ഇഴവനാണെന്ന് പറയാം, നായരാന്ന് പറയാം, ഠാക്കൂർ എന്ന് പറയാം, ജാട്ട എന്ന് പറയാം. അപ്പൊ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടു അവോയ്ഡ് റിലീജിയസ് കൺസോൾട്ടേഷൻ, ഒരു ജാതിയിൽ അധിഷ്ഠിതമായ ഒരു പൊളിറ്റിക്സ് നെഹ്റുവും കോൺഗ്രസ് പാർട്ടിയും ഇത് ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു കാസ്റ്റ് ബയസ് ഉണ്ട്. പിന്നെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടീസിനൊക്കെ ഈ എന്താ പറയാ ഈ കാസ്റ്റ് അപകർഷതാബോധം ഇപ്പൊ പല കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ കുത്തിക്കയറ്റുകയാണെന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ഉത്തർപ്രദേശുമാരുടെ ഒരു സ്ഥലത്ത് ഡെസ്പൈറ്റ് എല്ലാ, അതായത് സമാജ്വാദ് പാർട്ടിയും എല്ലാ പാർട്ടിയും ഒന്നിച്ചു വന്നിട്ടും അമിത്ഷാ എന്താ പറയാ കാസ്റ്റ് ഈക്വേഷൻ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് ഒരു ആൾട്ടർനേറ്റ് പൊളിറ്റിക്കൽ ബേസ് ഉണ്ടാക്കിയിട്ട് 60 സീറ്റ്സ് വരെ പിടിച്ചു. അപ്പൊ കാസ്റ്റ് ഇതവിടെ ഉണ്ട്. പിന്നെ റിലീജിയസ് ഡിഫറൻസസ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ലെവലില് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻസ് ആൾവേസ്, കാരണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ജോഗ്രഫിക്കലി ഇപ്പൊ ഇത് ആര്യൻ ഇൻവേഷൻ തിയറി, ഇതിനൊന്നും ഒരു ബേസിസ് ഒന്നുമില്ല. ഇത് മാക്സ് മുള്ളർ മിഷണറി റോളിലുണ്ടായിരുന്നപ്പോ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോബർട്ട് കോൾവെല് ദ്രവിഡിയൻ ഇതുണ്ടാക്കി. പക്ഷെ ദ്രവിഡിയൻ എന്നുള്ള റേസ് ആയിരുന്നു. അപ്പൊ there are lot of, അതുകൊണ്ടാണ് LTT, all kinds of nonsense. Even we lost a prime minister like Rajiv Gandhi because of that. Okay, something, a decision which was taken 100 years ago. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ ഇന്ത്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് ഈവൻസ് ഇപ്പൊ എല്ലാവരും BJPയുടെ അധികാരത്തിൽ കയറിയതിനും റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ റിലീജിയസ് പോളറൈസേഷൻ പണ്ടേ ഉണ്ടായിരുന്നു, കാസ്റ്റും ഇതെല്ലാം ഉണ്ടായിരുന്നു.
അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അലിഗേഷൻ മാത്രമാണ്. പക്ഷെ ഇതിന്റെ പേരിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആർ ആക്ച്വലി ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ. വെദർ BJP is correct or Congress is correct എന്നുള്ളതല്ലാണ് പ്രശ്നം. അതായത് ഇന്ത്യ വാസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് ദെൻ സെക്യുലറിസം ബിക്കേം സം കൈൻഡ് ഓഫ് എ മൈനോറിറ്റിസം. ആൻഡ് സോ അതുകൊണ്ടാണ് ഇത്രയേറെ ഡിഫറൻസസ് ഉണ്ടായിരുന്നത്. പല കാസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത്. ദേ ആർ ആക്ച്വലി റാലിയിങ് ബിഹൈൻഡ് വൺ പൊളിറ്റിക്കൽ പാർട്ടി. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ആര്യൻ ദ്രാവിഡ ഡിവൈഡ്. അപ്പൊ see there are umpteen number of things. Okay, moment you say that okay Sanskrit has got an advantage, somebody will say that okay Tamil advantage. അപ്പോ അതാണ് ഇത് തന്നെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഓരോ ജാതിക്കാരുടെ എടുക്കാം. among the groups because of digital divide there is class fragmentation. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വീട്ടിൽ തന്നെ ഒരാള് സർക്കാർ ഓഫീസിലായിരിക്കും, മറ്റൊരാൾ IT-യിലായിരിക്കും. അപ്പൊ അവരുടെ ജീവിത സ്റ്റൈലൊക്കെ ഉള്ളത് കാരണം ഈ കമ്മ്യൂണിറ്റീസിന്റെ ഉള്ളിൽ തന്നെ ക്ലാസ് ലെവൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. See, already religious, caste, political, geographical differences എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ക്ലാസ് ഫ്രാഗ്മെന്റ്, അതായത് സാമ്പത്തിക നിലയിൽ ഒരു അന്തരമുണ്ട് മിക്ക കുടുംബങ്ങളിലും ഗ്രൂപ്പുകളിൽ തന്നെ. ഇപ്പോ സിൻസ് അവേഴ്സ് ഇസ് എ ക്രൗഡഡ് കൺട്രി എക്സലൻസ് ഇസ് കൺസിഡർഡ് ആസ് എ ക്രൈം ആസ് ഇറ്റ് മൈ ഡിസ്റ്റർബ് ഈക്വിലിബ്രിയം അറൗണ്ട്. അതായത് ക്രൗഡഡ് കൺട്രിയിൽ റിസോഴ്സ് ഷെയറിങ്ങിന് ഭയങ്കര പ്രൂഡൻസ് വേണം. ഒരു വിന്നർ ടേക്സ് ഇറ്റ് ഓൾ അപ്രോച്ച് പറ്റില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും എന്താ പറയാ വി ആർ ക്വയറ്റ്, വി വോണ്ട് കമ്പീറ്റ് വെഹമെന്റ്ലി ബിക്കോസ് എന്താ കാര്യം ഒരു ക്രൗഡഡ് കൺട്രിയിലേക്ക് തെറ്റിക്കാൻ വേണ്ടി. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സിറ്റി ഇപ്പൊ കൊച്ചി ഈസ് ആക്ച്വലി ഫൈറ്റിംഗ് വിത്ത് ബാംഗ്ലൂർ ആൻഡ് ബാംഗ്ലൂർ ഹാസ് ടു ഫൈറ്റ് വിത്ത് ബോസ്റ്റൺ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സ്ഥലത്ത് മറ്റേ കൺസെൻസസ് വേണം, കോപ്പറേറ്റ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം വി ടു കമ്പീറ്റ് വിത്ത് ദ വേൾഡ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഒരു സസ്പീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. മോസ്റ്റ് ഗ്രൂപ്പ്സ് ഇൻ അവർ കൺട്രി ലുക്ക് ഫോർ ഇൻസ്പിറേഷൻ ഔട്ട്സൈഡ്. അപ്പൊ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൗത്ത് ഇസ് ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ്. അതായത് ഞാൻ ക്രിസ്ത്യാനികളാണ് സൗത്തിലുള്ളതെന്നല്ല, കോൺവെന്റ് സ്കൂളുകളുടെ ഗാതി ഇപ്പൊ അറ്റ്ലീസ്റ്റ് കേരളത്തിലാണെങ്കിലും സൗത്തിലെ മെയിൻ നഗരങ്ങളിലാണെങ്കിലും കോൺവെന്റ് സ്കൂൾ പാരമ്പര്യവും അപ്പോ അവർക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യൻസ് ടുവേർഡ്സ് ഇപ്പൊ തമിഴ് ബ്രാഹ്മിൻസ് ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരു വെസ്റ്റ് ബൗണ്ട് ആണ്. അതായത് ദേ ആർ ഇൻസ്പയർഡ് ബൈ ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ വെസ്റ്റ്. എന്നിട്ട് നോർത്ത് ഇന്ത്യൻസ് വെദർ ഇറ്റ് ഈസ് ഹിന്ദു ഓർ മുസ്ലിം ഓക്കെ അവര് മിഡിൽ ഈസ്റ്റ് പേർഷ്യൻ കൾച്ചറിലോട്ടാണ് അവരുടെ ഒരു അഫിനിറ്റി. അപ്പൊ ക്യുസീൻസ് ഉണ്ടാക്കുന്നതിലാണെങ്കിലും ഇപ്പൊ ബോളിവുഡിലൊക്കെ ഉറുദുവൈസേഷൻ ഉണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ചൈന, റഷ്യ ആ ഒരു ലെവലിലോട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സില് അറ്റ് ഡെമോഗ്രാഫിക് ലെവൽ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിലും ഇന്റലക്ച്വൽ ലെവലിലും ഇപ്പൊ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആൾക്കാർ കുറെ ഉണ്ട്. പിന്നെ ആർബൻ നേറ്റീവ്സ് ഞാൻ അവിടെ വെച്ചത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഹിന്ദുത്വ പൊളിറ്റിക്സിനോടൊക്കെ ഇവരുണ്ട്. അവരാണെങ്കിൽ ഇന്ത്യയുടെ ഗ്ലോറിയസ് പാസ്റ്റ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ ഒരു ഫ്രാഗ്മെന്റേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അതിപ്പോ നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. In art, film, society, there is polarization at the socio-political level. Indians are cooperative and collaborative at a personal level. അതായത് ഇപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ഞാനൊരു എന്താ പറയാ ഒരു നാഷണലിസ്റ്റിക് ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണ്. അപ്പോ എന്റെ അടുത്ത് പല കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഒരു ശങ്കയോടെയൊക്കെ എന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ at an individual level it is very easy to convince people that okay so secularism is a psychological state. ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ പൊസിഷൻ മാത്രമാണ് അത് എന്നൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സിനിമകളും എന്താ പറയാ വിക്ടിമൈസേഷൻ കാണിക്കും, ദളിത് വിക്ടിമൈസേഷൻ, മാറിമറയ്ക്കാനുള്ള സമരം, പിന്നെ മുസ്ലിം ലൈവ്സ് മാറ്റർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് അതായത് എന്താ പറയാ ഒരു ഇപ്പൊ ബോളിവുഡിലാണെങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഒരു പ്രോ പാകിസ്ഥാൻ ലോബി ഉണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ വൈറ്റ് പൊസിഷനാണ്. ഇന്ത്യൻ നേറ്റീവ് ഫെയ്ത്ത് പോകുന്നത് ഇൻഡിജിനസ് അല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴഞ്ചനാണെന്നുള്ള തോന്നൽ ഇവിടുത്തെ ഹൈന്ദവർക്ക് ഉണ്ട്. അതായത് ഇവിടുത്തെ മെജോറിറ്റി ഡസന്റ് ഫീൽ ദാറ്റ് ഓക്കെ ദേ ആർ ബീങ് ട്രീറ്റഡ് ഇത് തന്നെ. ഇനിയിപ്പോ മൈനോറിറ്റീസ് അവർ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ദേ ആർ ആൾസോ നോട്ട് ഫീലിംഗ് ബിക്കോസ് പൊളിറ്റിക്കലി ദേ ഫീൽ ദാറ്റ് ദേ ആർ പവർഫുൾ. അപ്പൊ നോബഡി ഈസ് ഹാപ്പി. അതായത് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോളജി സെക്കുലറിസം ഈസ് എ മൈൻഡ് സെറ്റ്, അല്ലാതെ അതൊരു എന്താ പറയാ ഒരു റൂൾ ബേസ്ഡ് ഒരു തിങ് ഒന്നുമല്ല. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ പറയാ ഈ റിലീജിയസ് കാസ്റ്റിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഡിഫറൻസസ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു സാൻസ്ക്രിറ്റ് ബേസ്ഡ് ഒരു സേക്രഡ് ജോമെട്രി
ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാശിയിൽ പോയി പോണം, അതുകൊണ്ട് രാമേശ്വരത്ത് എന്താ പറയാ ശവം ഒഴുക്കണം, അല്ല ശവമല്ല ചിതാഭസ്മം ഇത് ചെയ്യണം. അതേമാതിരി പിൽഗ്രിം സെന്റേഴ്സും അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ എമംഗ് മുസ്ലിംസ് ഇപ്പോ അജ്മീർ ദർഗ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു സേക്രഡ് ജോമെട്രി ഉണ്ട് മിക്ക കമ്മ്യൂണിറ്റീസിന്. അതാണ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ റീസൺ. പക്ഷെ അവന്റെ സർഫസ് ഇങ്ങനത്തെ എന്താ പറയാ ഈ പീപ്പിൾ കൺസ്യൂമിങ് വെസ്റ്റ് ഇൻഡോളജിസ്റ്റിന്റെ ഒക്കെ എന്താ പറയാ ഇപ്പൊ ആര്യൻ ദ്രാവിഡൻ എന്നൊക്കെ പറഞ്ഞ വെറുതെ വന്ന് ഒരു പീപ്പിൾ ആർ നോട്ട് ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. അപ്പൊ ഇത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇടയ്ക്ക് ക്വാണ്ടം ഇന്ത്യൻസ് ഉള്ള ഒരു വീഡിയോ ഒരു സ്ഥലത്ത് ഫോർവേഡ് ചെയ്തു. അപ്പൊ അതില് എന്താ പറയാന്ന് വെച്ചാൽ CV രാമൻ, SC ബോസ്, മേഘ്നാഥ് സാഗ അവരുടെ കോൺട്രിബ്യൂഷൻ ടു ക്വാണ്ടം ഫിസിക്സ് ആണ് അത് അംഗീകരിച്ചിട്ടുള്ളത്. And at least a lot of people were even PMing me. Okay, I never knew that okay Indians have contributed such big things to modern physics. Appo mate endha paraya I told about a book called What is Life. Appo What is Life la appo ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർവിൻ ഷോഡിങ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട് when they were speculating about quantum observer effect and they searched the world literature and Upanishad Atman Brahman philosophy ആണ് അവര് കണ്ട first confirmance which happened 2500 years ago. അപ്പൊ ഞാൻ അത് മെൻഷൻ ചെയ്തപ്പോ ഒരാൾക്ക് ഏത് പേജിലാണെന്ന് അറിയണം. ആ പേജ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അയാൾ പറയണോ അത് വേറെ സ്ഥലത്ത് നിന്ന് എടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്ര തെളിവ് കൊടുത്തിട്ട് വീട് സിനിമ ഉണ്ട് ബിലീവ്. വേറൊരു ദിവസം എന്താ പറയാ ഹിന്ദിക്കും മലയാളത്തിനും 80% റൂട്ട് വേർഡ്സ് ഫ്രം സാൻസ്ക്രിറ്റ് ആന്ന് പറഞ്ഞത്. അപ്പോ തമിഴ് ഓൾഡ് ലാംഗ്വേജ് ആണെന്നായി. അപ്പോ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോ എന്താന്ന് വെച്ചാല് ശാല ഒരു ഇന്റലക്ച്വൽ മോഡലും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഫ്രാഗ്മെന്റഡ് ഔട്ട്ലുക്ക് ഉണ്ട്. പിന്നെ അപ്പൊ അത് ഒരു എന്താ പറയാ already we are disposed to believe that okay Westerners are superior. And if you don't trust your fellow Indians for its intellectual activity, അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരാള് കാസ്റ്റും കമ്മ്യൂണിറ്റിയൊക്കെ നോക്കിയിട്ടാണ് അയാളുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ഇന്നാള് ഏതാണ്ട് ശിവനെ മുസ്ലിം ഇസ് സേവിങ് എ ബോയ് ഒക്കെ അതിന് ഭയങ്കര എന്താ പറയാ കൂടുതൽ ഇത് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ അനദർ ഫെലോ ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡൗൺ പ്ലേ ചെയ്യുക. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അബ്ദുൽ കലാം ഹി വാസ് നോട്ട് എ സയന്റിസ്റ്റ്, ഹി വാസ് എ ടെക്നോളജിസ്റ്റ് ഓർ എൻ എഞ്ചിനീയർ. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ആൾ മുസ്ലിംസ് ആർ നോട്ട് വയലന്റ് എന്നല്ല നോൺ മുസ്ലിംസിനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അബ്ദുൽ കലാം ഈസ് ആക്ച്വലി ഐ റെസ്പെക്ട് ഹിം, ഐ ഹാവ് റെഡ് ഹിസ് ബുക്സ്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇമാതിരിയുള്ള ഒരു ഇത് കാരണം അപ്പൊ ഒരു സിംബോളിസം ഒക്കെ ഇതാണ്. അതുകൊണ്ട് ഇന്ത്യൻസിന് സെൽഫ് റെസ്പെക്ട് പൊതുവെ കുറവാണ്. അത് ഉണ്ടെങ്കിൽ അത് സർഫസ് ലെവലിലുള്ളൂ. ഒരു ഡീപ്പർ ലെവലില് വേറെ ആളെ അംഗീകരിക്കാനുള്ളൊരു മടി ഈ കാര്യങ്ങൾ കാരണം വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ എന്താ കരുതുന്നത്, അപ്പൊ നമുക്ക് റെസ്പെക്ട് സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ റെസ്പെക്റ്റേ വേറെ കൊടുക്കുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് യൂറോ അമേരിക്കൻ എത്നോസെൻട്രിക് ബയാസ് ഓർ മാനിയ, പിന്നെ കണ്ടം ഫോർ ഫെല്ലോ കൺട്രിമെൻ ഡ്യൂ ടു ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ലൈഫ് നയിക്കുന്ന ആൾക്ക് he can manage all these things. Okay, but people are actually thinking എന്താ പറയാ a kind of survivorship bias exists among people in India. അതായത് എന്താ പറയാ ഇപ്പൊ ഞാൻ IT യിൽ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആൾക്കാരായിട്ട് അധികം എങ്ങനെയെങ്കിലും ഞാൻ എന്റേതായ ഒരു പേഴ്സണൽ ലൈഫ് ഇവരിൽ നിന്നൊക്കെ മാറി എന്നിട്ട് അതായത് എന്താ പറയാ ഒരു നൈബേഴ്സ് എൻവി ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ എന്താ കാര്യം പറഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് ഇന്ററാക്ട് ഫ്രീലി. പിന്നെ പിയർ പ്രഷർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻസിനെ ഡ്രൈവ് ചെയ്യുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൾട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ സോഷ്യോ എക്കണോമിക് ലെവലില് ഗോൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊരു എന്താ പറയാ കുറച്ചുകൂടി ഒരു വൈഡർ ഗോൾ, ഒരു സിവിലൈസേഷണൽ ഡ്യൂട്ടി നമുക്കുണ്ടോ, അതായത് ടു കണ്ടിന്യൂ എക്സലൻസ് വിച്ച് ഇന്ത്യ ഹാസ്. അപ്പൊ അങ്ങനത്തെ ഒരു തിങ്കിങ്ങിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഫോഴ്സസ് ഇവിടെ ഉണ്ട്. പിന്നെ ബിക്കോസ് ഓഫ് ദി എമർജൻസ് ഓഫ് BJP ഇപ്പുറത്ത് ഒരു മൈനോറിറ്റീസ്
എന്താ പറയാ ഒരു പൊളിറ്റിക്സിന്റെ ഇതുണ്ട്. ഇപ്പൊ ഇത് കാണുമ്പോൾ ഇറ്റ്സ് ഫീഡിങ് ഓൺ ദി അതർ സൈഡ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരായിട്ട് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കൂത്തി വീഴുന്നുണ്ട്. അവർക്ക് അപകർഷതാബോധം ഉണ്ട്. ഇപ്പൊ ഒരു ഇന്ത്യൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ LLVM കമ്പൈലർ ഇൻഫ്രാസ്ട്രക്ചർ വിക്രം അഡ്വേ ആണ് അത് കിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ. ഞാൻ കേട്ടത് ക്രിസ് ലാറ്റനർ ആണല്ലോ, പക്ഷേ പ്രൊഫസർ വാസ് വിക്രം അഡ്വേ. അപ്പൊ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതിപ്പോ എല്ലായിടത്തും ഇന്ത്യൻ കണക്ഷൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക രീതിയിൽ. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്ക് ഒരു എന്താ പറയാ ഇപ്പൊ വൈറ്റ് മാനൊക്കെ ഒരു വൈറ്റ് മെൻസ് ബേർഡൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവരുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻസ് ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഇല്ല. അപ്പൊ രാജീവ് മൽഹോത്ര ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ് ഇന്ത്യൻ ഗ്രാൻഡ് നറേറ്റീവ്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ വാട്ട് ഈസ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോ ബോളിവുഡും മറ്റേ ചട്നി കറി പറയണതിന് പകരം ഒരു 5000 years സിവിലൈസേഷന്റെ ട്രേറ്റ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി വെരി ഫ്യൂ ഇന്ത്യൻസ് ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മീഡിയോക്രിറ്റി ഹാസ് ക്രെപ്റ്റ് ഇൻടു ദ ഹോൾ സ്റ്റഫ്. അപ്പൊ ഇത് ഞാൻ ആരെയും കുറ്റം എന്ന് പറഞ്ഞല്ല. അപ്പോ ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് വരും വീഡിയോകളിൽ കാണാം. നന്ദി, നമസ്കാരം.